പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രധാനമായ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നതിനായി തീരുമാനം എടുത്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് റാം മോഹൻ. മാത്രവുമല്ല, തന്റെ ചതി പുറത്ത് വരാതിരിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങളും റാം മോഹൻ കൃത്യമായി ആസൂത്രണം ചെയ്യുന്നു. ഇതേ തുടർന്നാണ് ഡോക്ടറിന്റെ ഫോൺ കോൾ ഇഷയെ തേടിയെത്തുന്നത്. അപ്രതീക്ഷിതമായ ഈ ഫോൺ കോൾ ഇഷയെ ആകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇഷയോട് അച്ഛന്റെ അവസ്ഥ വളരെ ഗുരുതരമാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഡോക്ടർ. മാത്രവുമല്ല, എപ്പോൾ വേണമെങ്കിലും മരിക്കാനും സാധ്യതയുണ്ട്. ഹൃദയം ഇപ്പോൾ പണിമുടക്കിന്റെ വക്കിലേക്കാണ് പോകുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് ഇഷയാകെ തകർന്നു പോയിരിക്കുകയാണ്. ഞാൻ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാം ഡോക്ടർ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇഷ ഉടനെ തന്നെ എത്തണം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കുറച്ച് ഡോക്യുമെന്റ്സിൽ ഇഷയുടെ സൈനും അത്യാവശ്യമായി വേണ്ടതാണ്. ഇതോടെ ഇഷ ആകെ പകച്ചു പോവുകയും ഒടുവിൽ ഇഷ ഡോക്ടറെ കാണാൻ പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കാണുന്ന രാജി മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്താണ് ഇഷമോളെ സംഭവിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് രാജിയോട് കാര്യങ്ങൾ പറയുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന ഇഷ അച്ഛൻ ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. മാത്രവുമല്ല, ഡോക്ടറെ ചെന്ന് കണ്ടാൽ മാത്രമാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണുന്നതിനായി ഞാൻ തൽക്കാലത്തേക്ക് പോവുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ അങ്ങനെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് രാജി. ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് ഇഷ കുതിച്ചെത്തിയതിനെ തുടർന്ന് ഡോക്ടർ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാവുകയാണ്. അവസ്ഥ വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അധിക നാൾ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുകയാണ് വേണ്ടത്. സർജറി പറ്റിയേ തീരൂ. നീ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പോയി സംസാരിക്കണം. ഇത് കേൾക്കുന്ന ഇഷ, ഞാൻ കാര്യങ്ങളെല്ലാം അച്ഛനോട് സംസാരിക്കാം. മാത്രവുമല്ല, അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യാം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ വേദനിപ്പിക്കുന്ന കാര്യങ്ങളോ ചെയ്യുന്നതിനായി ഇഷ തൽക്കാലത്തേക്ക് ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മാനസികമായി അദ്ദേഹം വളരെയധികം സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഒരു വ്യക്തി ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് അറിയില്ല. അപ്രതീക്ഷിതമായ ഈ കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ കാര്യത്തെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതും നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. എടുത്തുചാടി ഒന്നും തന്നെ ചെയ്യരുത്. ഇതോടെ കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ അച്ഛനെ കാണുന്നതിനായി റൂമിലേക്ക് വരികയാണ്. ഇതേ തുടർന്ന് അച്ഛനോട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഇഷ അച്ഛനിങ്ങനെ വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ല. ഞാൻ പറയുന്നത് അനുസരിക്കാൻ നീയും തയ്യാറാകുന്നില്ല. പിന്നെ എന്ത് സന്തോഷമാണ് എനിക്കുള്ളത്? എൻ്റെ അവസ്ഥ പോലും കണക്കിലെടുക്കാൻ നീ തയ്യാറല്ലല്ലോ. നിനക്ക് അഭിഷേകം മാത്രം മതി. നിന്റെ ജീവിതത്തിൽ അഭിഷേകം മാത്രം ഉണ്ട് എങ്കിൽ കാര്യങ്ങളെല്ലാം നല്ലതാണ് എന്നാണ് നീ കരുതുന്നത്. അവൻ ആരാണ്, എന്താണ് ഉദ്ദേശമെന്ന് നീ മനസ്സിലാക്കിയതാണ്. അവനെ പോലെ ഉള്ള ഒരു കള്ളനെ തിരിച്ചറിഞ്ഞിട്ടും നീ അവനെ പ്രണയിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരി തന്നെയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അച്ഛൻ്റെ ഒരു ആഗ്രഹവും നീ ഇപ്പോൾ സാധിച്ചു തരുന്നില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് ഇഷ. ഇതോടെ അച്ഛൻ പറയുന്നയാളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല.
ഞാൻ ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് അച്ഛൻ പറഞ്ഞാൽ മതി. ഞാൻ അയാൾ താലി കെട്ടുന്നതിനു വേണ്ടി കഴുത്തു നീക്കി കൊടുക്കാൻ തയ്യാറാണ്. ആ കാര്യത്തിൽ ഇനി ഒരു മാറ്റവുമില്ല. എൻ്റെ ഭാഗത്തു നിന്ന് ഇനി യാതൊരു വിധത്തിലുമുള്ള ഉപദ്രവമോ പ്രശ്നമോ ഉണ്ടാവുകയില്ല. എല്ലാം അച്ഛൻ പറയുന്നത് പോലെ തന്നെ നടക്കും. ഇത് ഞാൻ തരുന്ന വാക്കാണ്. ഞാനിത് തെറ്റിക്കുകയില്ല. അച്ഛൻ എന്നെ ധൈര്യമായി വിശ്വസിക്കാം. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന റാംമോഹൻ അച്ഛൻ്റെ കണ്ണടയുന്നതിനു മുൻപ് തന്നെ നിന്റെ വിവാഹം നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയുകയും ഇതേ തുടർന്ന് രാഹുലിനോട് ഉടൻ തന്നെ വിവാഹം നടത്താമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേൾക്കുന്ന രാഹുലും വളരെയധികം സന്തോഷിക്കുന്നു. എല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട്. മാത്രവുമല്ല, കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണ് എങ്കിൽ സ്വത്തുക്കളെല്ലാം തനിക്ക് സ്വന്തമാക്കാനും സാധിക്കും. പക്ഷേ ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങൾ അഭി അറിയാൻ ഇടയാകുന്നത്. ഇതോടെ അഭിഷേക് മാനസികമായി തകർന്നു പോയിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നതും തൻ്റെ അച്ഛന് അസുഖമൊന്നും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനായി ഈഷയ്ക്ക് സാധിക്കുന്നതും. ഡോക്ടറുമായുള്ള ഒത്തുകളിയാണ് അതെന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ഇഷ മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.